ഈശ്വരമംഗലത്ത് പോലീസിന്റെ വെടിയേറ്റു. കാസർഗോഡ് ദേലമ്പാടിയിലെ അബ്ദുള്ളക്കാണ് വെടിയേറ്റത്. ഇയാളെ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കന്നുകാലികളെ കയറ്റിയ ലോറി നിർത്താതെ പോയതിനെ തുടർന്നാണ് വെടിയുതിർത്തതെന്ന് പോലീസ് പറയുന്നു. ഷഫീഖ് നസറുള്ള കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീഖ്, എന്താണ് സംഭവിച്ചത്? കാസർഗോഡ് ദേലമ്പാടിയിലെ അബ്ദുള്ളക്കാണ് വെടിയേറ്റത്. ഈശ്വരമംഗലത്ത് വെച്ചായിരുന്നു ഈ സംഭവം. ഈശ്വരമംഗലം വെള്ളച്ചേരിയിലാണ് ഈ പോലീസ് വെടിവെച്ചത്. ഇയാൾ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പുത്തൂർ റൂറൽ പോലീസ് പെട്രോളിംഗ് നടത്തുന്നതിനിടെ കാലികളുമായി ഒരു വാഹനം എത്തുന്നു. ആ വാഹനത്തെ കൈകാണിച്ചിട്ടും നിർത്താതെ പോയി. പിന്നീട് പിന്തുടർന്നു. അപ്പോൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി പോലീസ് വാഹനം ഇടിച്ചു. ആ സമയത്ത് 2 റൗണ്ട് വെടിവെച്ചു എന്നാണ് പോലീസിന് ലഭ്യമാവുന്ന വിവരം. ആദ്യത്തെ വെടി വാഹനത്തിനും പിന്നീട് രണ്ടാമത്തെ വെടി ഈ അബ്ദുള്ളയുടെ കാലിനും ആണ് ഏറ്റത് എന്ന് പോലീസ് നൽകുന്ന വിവരമുണ്ട്. അതോടൊപ്പം തന്നെ ഈ അബ്ദുള്ള നേരത്തെയും ഈ കാലിക്കടത്ത് സംഭവത്തിൽ കേസുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. ഇന്ന് ഈ ഈശ്വരമംഗലത്ത് ആയിരുന്നു ഇത്തരം ഒരു സംഭവം നടന്നത്. 10 കാലികളുമായി കേരളത്തിലേക്ക് വരുന്നതിനിടെ ഈ പോലീസ് കൈകാണിക്കുന്ന സമയത്ത് ഈ വാഹനം നിർത്താതിരിക്കുന്ന സമയത്ത് 10 കിലോമീറ്ററോളം പിന്തുടർന്ന് അവസാനം രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇയാൾ അബ്ദുള്ള ഓടിച്ചിരുന്ന വാഹനം പോലീസ് വാഹനത്തിൽ ഇടിച്ചു എന്ന് പറയുന്നു. പോലീസ് വാഹനത്തിൽ ഇടിച്ചതിന് പിന്നാലെ പോലീസ് 2 റൗണ്ട് വെടിവെക്കുകയായിരുന്നു. 2 റൗണ്ട് വെടിയിൽ ഒന്ന് അബ്ദുള്ള സഞ്ചരിച്ചിരുന്ന വാഹനത്തിനും രണ്ടാമത്തത് അബ്ദുള്ളയുടെ കാലിനും കൊണ്ടു. കാലിൽ പരിക്കേറ്റ അബ്ദുള്ളയെ പോലീസ് മംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ദേലമ്പാടി സ്വദേശിക്കാണ് ഈ പരിക്കേറ്റത്. ദേലമ്പാടി സ്വദേശി നേരത്തെയും ഇത്തരത്തിൽ കാലികളെ കൊണ്ടുവരുന്ന കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ കേസുണ്ട് എന്നാണ് ഈശ്വരമംഗലത്ത് നിന്ന് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. പോലീസ് കാലികളെ കൊണ്ടുവരുന്ന വാഹനത്തെ പോലീസ് പെട്രോളിങ്ങിന്റെ ഭാഗമായി കൈകാണിക്കുകയും എന്നാൽ നിർത്താതെ പോയതാണ് അവരെ പിന്തുടരുന്നതിന് കാരണം എന്ന് പോലീസ് പറയുന്നുണ്ട്. നിഷാദ്, ശരി.